തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതത്തിൽ വർധനയെന്ന് കണക്കുകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 6% വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റുകൾ നേടി. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടിയ ചരിത്രവും LDFന് ആത്മവിശ്വാസം പകരുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് ഇടതുമുന്നണി തകർന്നുവെന്നതാണ് പ്രചരണം. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമെന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ. ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി കണക്കുകൂട്ടുമ്പോൾ 64 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDFനാണ് മേൽക്കൈ. വോട്ട് വിഹിതം പരിശോധിച്ചാലും LDFന് തന്നെയാണ് നേട്ടം. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് 33.60% വോട്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 39.13%. വോട്ട് വിഹിതത്തിലുണ്ടായ വർധന 6%. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് 66,65,370 വോട്ടുകൾ. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 82,16,000 വോട്ടുകൾ. വർധന 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾ. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചത് 40.2% വോട്ടുകൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5% വർദ്ധിപ്പിച്ച് 45.9 ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ട 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടിയത് UDF ആണ്. എന്നാൽ അത് കഴിഞ്ഞ് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് LDFന്റെ ആത്മവിശ്വാസം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.